നമസ്കാരം. കൽപ്പാത്തി മണ്ണിൽ ബി ജെ പിയുടെ ഒരു മാസ്മരികമായ ഒരു തേരോട്ടം തന്നെ ഉണ്ടാകുമെന്നൊരു വിശ്വാസമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ. പക്ഷെ പ്രചാരണത്തിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചു ബി ജെ പിക്ക്. അത് പാലക്കാട് തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറി. പാലക്കാട് തോൽവി ബി ജെ പിയെ ചെറുതായിട്ടല്ല വലിച്ചിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കുറച്ച് നേതാക്കളുടെ പിഴവ് മൂലം ബി ജെ പിക്ക് തന്നെ കടുത്ത വെല്ലുവിളിയായി മാറി. നേതാക്കന്മാരുടെ ബാഹുല്യം തന്നെയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം. ഒരു നാഴി വേറൊരു നാഴിയിൽ പോകില്ല എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു നേതാവ് വേറെ ഏതെങ്കിലും നേതാവിനെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഏത് നേതാവ് വന്നാലും കേരളത്തിലെ അവസ്ഥ അത് തന്നെയാണ്. ബി ജെ പിയുടെ പ്രസിഡന്റിന് മാത്രമല്ല ഈ ദുരവസ്ഥ ഉള്ളത്. കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന പ്രഭാരിക്കും പലപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഇത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ കുഴപ്പം. ചില പ്രഭാരിമാർ ഇവിടുത്തെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നതും സംസ്ഥാനത്ത് ദോഷമായി ഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം പ്രകാശ് ജാവ്ദേക്കർ പ്രഭാരിയായി വന്നതോടുകൂടി പല കാരണങ്ങൾ കൊണ്ടും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയവരെയെല്ലാം വിഷയങ്ങളുടെ ഗൗരവത്തിന് അതീതമായി പാർട്ടിയിൽ പല കാര്യങ്ങളും ഏൽപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ വേണമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിർത്താമായിരുന്നു. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. പാർട്ടിയുടെ അഭിമാന മത്സരം നടക്കുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ എതിർചേരിയിൽ എത്തിച്ചേർന്നതും പറഞ്ഞതും നമ്മൾ എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ഇതിനെല്ലാം ഒരു വൻ നീക്കമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളം ഭരിക്കാൻ കേരളത്തിലെ ജില്ലകളെ വിഭജിച്ച് 31 ജില്ലകളാക്കി തിരിക്കുന്നത്. ഓരോ നേതാക്കന്മാർക്കും കൃത്യമായ ചുമതല നൽകി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി RSSന്റെ പാത പിന്തുടർന്ന് ബി ജെ പി ഭരണ സംവിധാനവും അതിനനുസരിച്ച് ചട്ടപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി ജില്ലാ തലത്തിൽ വരെയുള്ള ഒരു നേതാവിന് അമിതമായ പ്രാധാന്യം ഈ പാർട്ടികളിൽ ഇനി മുതൽ ഉണ്ടാകുകയില്ല. ഒരു ജില്ലയിൽ തന്നെ 3 ജില്ലാ പ്രസിഡന്റുമാർ വരെ വരുന്നുണ്ട്. ഇത് മുതലായി ഇറങ്ങി തിരിച്ചേക്കാവുന്ന അന്യ പാർട്ടിയിൽ നിന്ന് ചേക്കേറിയ നേതാക്കന്മാർക്കും മക്കളും ഉണ്ട് എന്നത് ബി ജെ പി നേതൃത്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോട്ടയം ജില്ലയിലെ സമാന്തര ജില്ലാ പ്രസിഡന്റാകാൻ ന്യൂനപക്ഷത്തിന്റെ അക്കൗണ്ടിൽ ശ്രമം നടത്തുന്ന അപ്പന്റെ മകനെ കാണാതെ പോകരുത്. പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എന്ന നന്മ മരത്തിന്റെ മൃദുല വികാരങ്ങൾ ചൂഷണം ചെയ്യുന്ന രീതിയാണ് ഇവർ അനുവർത്തിച്ചു പോരുന്നത്. ജാവേദ്കർ എന്ന പാവം ബ്രാഹ്മണൻ വെളുത്തിരിക്കുന്നതെല്ലാം പാലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഇതാണ് പലരും മുതലാക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബഹുമാന്യനായ ജാവേദ്കർ ഒരു കാര്യം തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ അപ്പനും മകനുമാണ് മധ്യ കേരളത്തിലെ സത്യക്രിസ്ത്യാനിയെ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ക്രിസ്ത്യാനിയുടെ വില കളയാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന രണ്ടെണ്ണം എന്നാണ് ഇവരെ പറ്റി പൊതുവെ പറയാറുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജനസമൂഹം ഇവർ മൂലം നിങ്ങളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലകൾ വിഭജിച്ച് ഒരു മറുവശമുണ്ട്. അതായത് 31 ജില്ലകളാക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ധാരണ. കോർ കമ്മിറ്റിയുടെ ധാരണ അങ്ങനെയാണ്. കഴിവുള്ളവർക്കും പ്രവർത്തിക്കുന്നവർക്കും മുന്നോട്ട് കയറി വരുവാൻ സാധിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളതുപോലെ തന്നെ തലപ്പത്ത് ഒരു നേതാവിന്റെ പെട്ടി തൂക്കി നടക്കുവാൻ ഒക്കെ ഒരു സുപ്രഭാതത്തിൽ നേതൃത്വ നിരയിൽ വന്നു ചേരുന്നതാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നു ചേരുന്നവരെ എല്ലാം ആ പാർട്ടിയിലേക്ക് എടുക്കുന്ന രീതി ഒരു പരിധിവരെ നല്ലതാണെങ്കിലും ദുരവ്യാപകമായ ദോഷം എന്നത് അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വേണ്ട എന്ന് വെച്ച് ഒരു പിതാവിനെയും പുത്രനെയും ഒപ്പം കൂട്ടിയത് കൊണ്ട് ഇവർക്ക് എന്ത് മെച്ചമാണ് ഉണ്ടായതെന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. അതിനുമപ്പുറം CPM വളരെയധികം കരുതലോടെയും പ്രതീക്ഷയോടുകൂടിയും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ലോകസഭാ അംഗമാക്കിയ അത്ഭുത കുട്ടി അവിടെ നിന്ന് പിണങ്ങി കോൺഗ്രസിൽ ചേർന്ന് നിയമസഭയിലെത്തി. ഒടുവിൽ ഇവരെ എല്ലാവരെയും ഉദ്ദേശിച്ച് തേരാപ്പാര നടന്നപ്പോൾ ബി ജെ പി കൂടെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ സാധിച്ചതെന്ന് ബി ജെ പി ഒന്ന് ഓർത്താൻ നല്ലതാണ്. ഇവരാരും ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് മുന്നണി മാറി ബി ജെ പിയിൽ ചേർന്നവരല്ല. മറിച്ച് ഇവിടെ ഉണ്ടാകാവുന്ന കുത്തിത്തിരിപ്പുകൾ മുഴുവൻ ഉണ്ടാക്കിയതിനു ശേഷം മറ്റാരും അംഗീകരിക്കുകയില്ല എന്ന് വന്നപ്പോൾ ഒരു മേൽവിലാസത്തിന് വേണ്ടി മാത്രം ബി ജെ പിയിൽ ചേർന്നവരാണ്. ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി മാത്രം. അവർ മുമ്പും ഇന്നും ബി ജെ പിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരിക്കലും സംസ്ഥാന നേതൃത്വത്തിൽ വളർച്ചയുള്ള ഒരു നേതാക്കന്മാരെയും ജനതാ പാർട്ടി സ്വീകരിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെയുള്ളവർ വരുന്നതോടുകൂടി പുതിയൊരു അധികാര കേന്ദ്രം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന പഠനം മാത്രമാണ് അവർ നടത്തുന്നത്.
വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും വെയിലും മഴയും കൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും പാർട്ടിയിലുണ്ട്. അവർക്കൊക്കെയാണ് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകി അലങ്കരിക്കേണ്ടത്. ഇതിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം പ്രാദേശിക വോട്ട് കച്ചവടം തന്നെയാണ്. തങ്ങൾ സമാഹരിക്കേണ്ട വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ശതമാനം വർദ്ധിച്ചുവെന്ന് വരുത്തുന്നതിന് പകരം ചില പ്രാദേശിക നേതാക്കന്മാർക്ക് താല്പര്യമുള്ള മറ്റു പാർട്ടികളെ നേതാക്കന്മാർക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്ന പണി ഈ പാർട്ടിയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിനൊരു അവസാനം ഉണ്ടാകണം. അതിനാദ്യം ചെയ്യേണ്ടത് ഓരോ മണ്ഡലത്തിലും BJPക്ക് സ്വന്തമായി എത്ര വോട്ടുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് താഴേക്ക് പോയാൽ അധികാരം തെറിക്കുമെന്ന് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചാൽ ആനക്കയറ്റം ഉണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാകുകയുള്ളൂ. നിയമസഭാ മണ്ഡലമായ നേമത്ത് അക്കൗണ്ട് ജനം തുറന്നു നൽകി രാജഗോപാലിനെ വിജയിപ്പിച്ചപ്പോൾ നേമത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചു രാജഗോപാൽ. തൃശൂരിൽ UDF MP TN പ്രതാപൻ MP ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വികസനമല്ല തൃശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ MP ആയിട്ട് നിൽക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. കോൺഗ്രസിൽ നിന്നും CPM നിന്നുമൊക്കെ നേതാക്കന്മാർ ഇറങ്ങി വരുമ്പോൾ അവരെ ഇരു കൈ നീട്ടി BJP ഇനി ഒരിക്കലും സ്വാഗതം ചെയ്യരുത്. മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാർ വരുമ്പോൾ അവർ BJPയിലേക്ക് വന്നാൽ ഉപയോഗമുണ്ടെങ്കിൽ മാത്രമേ ആ നേതാക്കളെ BJP സ്വാഗതം ചെയ്യാവൂ. അല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കണം. ഇല്ലെങ്കിൽ BJP എന്ന പ്രസ്ഥാനം ഇവരെ കൊണ്ട് തകർന്ന് തരിപ്പണമാകും. അങ്ങനെ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല.